ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനങ്ങനെ ഒരു ലോങ് ട്രിപ്പ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ലോങ് ട്രിപ്പ് പോവാണ്. അതും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഗായ്സ്. വേറെ എവിടേക്കുമല്ല, ബഹ്റൈനിലേക്കാണ് യാത്ര. അപ്പോൾ ഞാൻ 10 ദിവസത്തേക്ക് എൻ്റെ വീടൊക്കെ വിട്ട് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വിട്ട് ഞാൻ പോവാണ് ബഹ്റൈനിൽ. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വാപ്പച്ചിയുടെ ഫ്രണ്ടിലാണ് നമ്മുടെ എയർപോർട്ടിൽ കൊണ്ടെത്തിച്ചത്. മാമാൻ്റെ ഹോട്ടലാണ് പോകുന്നത്. അവിടുത്തെ പാസ്സൊക്കെ എടുത്തു, എയർപോർട്ടിനകത്ത് കയറി. പിന്നെന്താ അവിടെ കൊണ്ടെത്തിച്ചു. പിന്നെ ട്രോളിയൊക്കെ എടുത്തു, ലഗേജൊക്കെ അതിൽ വെച്ചു. വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെന്താ വാപ്പച്ചി ഇമിച്ചി സായിക്കായുമായിട്ടാണ് എന്നെ കൊണ്ടാക്കിയത്. അപ്പോൾ സായിക്ക തിരിഞ്ഞു വീണു. പിന്നെന്താ ഉമ്മച്ചി അങ്ങനെ എല്ലാവരും കയറി. ഞങ്ങൾ അകത്തെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ അൽത്തി മമ്മി, നൂറിൻ്റെ മാമിയ, കസിൻ ഉണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു, പിന്നെ ഗ്രാൻഡ് മാ അവിടെ ഉമ്മച്ച ഉണ്ടായിരുന്നു, വലിയ ഉമ്മച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കയറി. ഫ്ലൈറ്റൊക്കെ വന്നു. ഗൾഫ് എയറായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റിലൊക്കെ കയറി. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ഞാൻ അങ്ങനെ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഫസ്റ്റ് ടൈമാണ് ഇൻ്റർനാഷണൽ ട്രിപ്പ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത്. അങ്ങനെ എനിക്കെന്താ ഭയങ്കര സന്തോഷം. അങ്ങനെ ഫ്ലൈറ്റ് നിന്ന് ഗായ്സ്. അപ്പോൾ ഒരു വേദനയുണ്ട് ഗായ്സ്. വേദനയൊന്നല്ല, എന്താ നമ്മൾ റൈഡിലൊക്കെ കയറി മറിയുന്നൊരു വാടി വയറ്റിൽ നിന്നൊക്കെ ഉള്ളൊരു സാധനം അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ഭയങ്കര നല്ലൊരു യാത്രയായിരുന്നു ഗൈസ്. എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കയറി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൈറ്റിൻ്റെ ആ ഒരു പേടിയോ അല്ലെങ്കിൽ ആ ഒരു ഇതോ നമുക്ക് പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഫ്ലൈറ്റ് നല്ല മുകളിലെത്തുമ്പോൾ ഗൈസ് നമുക്ക് ആ ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മുകളിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് നിൽക്കുമ്പോൾ ആ മേഘവും നമ്മുടെ ആ ക്ലൗഡ്സൊക്കെ നല്ല സൂപ്പറാണ്. നമ്മൾ എവിടെയോ സ്വർഗത്തിലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന സ്വർഗങ്ങളില്ലേ, അതൊക്കെ പോലൊക്കെ ഇരിക്കും. നല്ല രസമാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് എണീറ്റപ്പോഴുള്ള ഉള്ളിലേക്കും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും കുറേ ഡെസേർട്ടായിരുന്നു ഗൈസ് അവിടെ ഉണ്ടായിരുന്നത്. ഭയങ്കരമായ കുറേ ഡെസേർട്ട്, കുറേ മലകളുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ മലകളൊക്കെ കണ്ടു. പിന്നെ ഇന്ന് ഞാൻ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അടുത്ത് ഗൈസ് ഒരു ശരിക്കും കടലും അടുക്ക് കുഞ്ഞൊരു കുഞ്ഞ് ഐലൻഡ്സ് പോലെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങനെ ഫൈനലി ഞങ്ങൾ ബഹ്റൈൻ എത്തിയിരിക്കുന്നു ഗൈസ്. ബഹ്റൈൻ ലാൻഡ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങളങ്ങനെ ബഹ്റൈനിൽ ഞങ്ങൾ മുകളിൽ ഇരുന്നിട്ട് നോക്കുമ്പോഴത്തേക്കും കുഞ്ഞു ബിൽഡിങ്സ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് ഹൈറ്റിലിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ലാൻഡ് ചെയ്തു ഗൈസ്. ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ലാൻഡ് ചെയ്യും, ഇപ്പോൾ ഇറക്കും എന്നുള്ള മട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങി. ഞങ്ങളുടെ യാത്രയൊക്കെ സുഖകരമായി എത്തി. എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇമിഗ്രേഷനിൽ പോകാനുള്ളതായിരുന്നു. അവിടെ നേരെ ബഹ്റൈൻ എയർപോർട്ടിലേക്ക് അധികമായിട്ട് ഞാൻ കാൽ കുത്തി ഗൈസ്. അങ്ങനെ എയർപോർട്ടിലേക്ക് പോയി. പക്ഷേ എയർപോർട്ടിനകത്ത് നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസ്സിലേക്ക് പോവായിരുന്നു. അങ്ങനെ പോയി, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് വന്നു ഗൈസ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നിട്ടതിന് ശേഷമുള്ള വീഡിയോസ് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞങ്ങൾ വന്ന് ഇറങ്ങിയ ഫ്ലൈറ്റൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോറി, ഞാനത് വിട്ടുപോയി. അതിന് മുമ്പാണ് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഗൾഫ് എയറിലാണ് വന്നത്. അപ്പോൾ വലിയമ്മച്ചിക്ക് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്ലെയിനൊക്കെ ഇങ്ങനെ ഇത്രയും അടുത്തൊക്കെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പടച്ചോൻ്റെ എല്ലാം ഹൈറും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും തരട്ടെ ഹൈറും, റബ്ബ് എല്ലാവരിലും എത്തിക്കട്ടെ, എല്ലാവർക്കും ഇങ്ങനെ ഒരു ലക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് വന്ന വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് നൂരി ഉണ്ടായിരുന്നു, മാമി ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്.
അങ്ങനെ ഞങ്ങൾ പിന്നെന്താ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയി, ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർജിൻ ഫ്രീ വരെ ഒന്ന് പോയി. പിന്നെ എന്താ അപ്പം നൗഫൽ ഗൈസ്, നൗഫലി നമ്മുടെ നൂറിൻ്റെ ബ്രദറാണ്, ഒരേ ഒരു ആങ്ങളെയാണ്. അങ്ങനെ നൗഫൽ ഭയങ്കര കാര്യമാണ്, ഇവിടെ എല്ലാവരും നല്ല കാര്യമാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് നമുക്ക് വ്ളോഗിലേക്കുള്ള കാര്യമെന്നൊക്കെ പറഞ്ഞപ്പോൾ നൗഫലിൻ്റെ അടുത്ത് പറയുക വ്ളോഗിലൊക്കെ എടുത്ത് വൈറലാക്കുമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞു. അങ്ങനെ എന്താ ഞങ്ങൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നൂറിൻ്റെ വീട്ടിലേക്ക് പോകാമായിരുന്നു, നൂറിൻ്റെ മുമ്പ് താമസിക്കുന്ന വീട്ടിലേക്ക് പോകാമായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയി, അവിടെ പോയപ്പോൾ ആരെ കാണാനാണ് പോയെന്ന് വെച്ചാൽ നൂറിക്കൊരു പൂച്ചയുണ്ട്, പൂച്ച മാഡം. ആ മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. മാഡം വേറെ ആരുമല്ല, മിയാവിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ലിഫ്റ്റിലൊക്കെ കയറി. നൗഫൽ പറഞ്ഞു ലിഫ്റ്റ് ഭയങ്കര സ്പെഷ്യലാണ്, അത്രയ്ക്കുമുള്ള ലിഫ്റ്റാന്നൊക്കെ പറഞ്ഞ് ഹൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിയോ ഇവരെ കണ്ടതും ഓടിച്ചാടി വന്നു. ഞാൻ പൂച്ച സ്നേഹിയാണ്, ഞാൻ ദൂരെ നിന്ന് മാത്രമേ സ്നേഹിക്കുള്ളൂ, അടുത്തൊന്നും എനിക്ക് പേടിയാണ് ഗൈസ്, ഭയങ്കര പേടിയാണ്. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല, ഇവർക്ക് സ്വന്തം പൈതലാണ് ഇവർക്ക്. അങ്ങനെ പൂച്ച മടത്തിന് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.